ഞാൻ ഇപ്പൊ എത്തല്ലോ, ഒരു 15 മിനിറ്റ് ഉറപ്പ്. പിക്കോ, ഒരു സെക്കൻഡ് കേട്ടാ. എന്താ നിന്ന് നിർത്തിയേ? ദേ, ഈ ഊള പരിപാടി ഇപ്പം നിർത്തിയേക്കണം. ഓ, വീട്ടിൽ നിന്ന് കേറിയപ്പം മുതൽ തുടങ്ങിയ സൊള്ളലാണല്ലോ. ഒന്നെങ്കിൽ നീ ഫോൺ വെക്ക്, അല്ലെങ്കിൽ നീ ഓട്ടോയും വിളിച്ച് പോവാൻ നോക്കും. എടാ ഞാൻ വിളിക്കാട്ടാ. കോളേജിൽ ചെന്നാലേ ആ തിരുമോന്ത കാണാൻ തന്നെയല്ലേ പോണത്. ഹലോ, എന്റെ പടോ എവിടെ? അടിപൊളി. നീ മോഡലിംഗ് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, സർപ്രൈസ് ആയിരിക്കും അല്ലേ? സത്യം പറ, എത്ര രൂപ കിട്ടി? ദേ, ഞാൻ വല്ല പറഞ്ഞോണ്ടല്ലോ, സത്യമായിട്ട് എനിക്കിത് അറിയില്ല. പിന്നെ നീ അറിയാണ്ടാണോ നിന്റെ പടം ഇതുപോലെ തന്നെ വരച്ചു വെക്കണേ? എടി, ഞാൻ കള്ളം പറഞ്ഞതല്ല. എന്നാലും അങ്ങനെയാണോ കാര്യങ്ങള്? എന്നാലേ ഇത് വെറുതെ വിട്ടെടുത്തൂടാ. നീ നമ്പർ ഒന്ന് വായിക്കേ. എന്റെ പൊന്നു പെങ്ങളെ, മനസ്സാവാദ ഞാനത് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഇവളുടെ പടം തന്നെ വരച്ചു വെച്ചത്? പരസ്യം കാണിച്ചാലേ കടയിൽ ആളുകൾ വരുവല്ലെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ ഞാനാ ആ ഫൈൻ ആർട്സ് പിള്ളേരോട് പടം വരയ്ക്കാൻ പറഞ്ഞത്. നയൻതാരയുടെ പടം വരയ്ക്കാൻ. അപ്പൊ അവര് പറയാ അവരുടെ അനുവാദം ഇല്ലാതെ പടം വരച്ചു കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആകെപ്പാട് വിഷമിച്ചിരുന്നപ്പോൾ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉഗ്രനോട് കിൾക്കാച്ചി പെണ്ണ് ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ പെണ്ണ് കൊള്ളാവെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് നല്ല പെണ്ണ്, അവന്റെ ഭാവനയെ വരച്ചതാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണ് ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ നിൽക്കുന്ന ആരടോ? അട്ടോ അതാ എനിക്ക് മനസ്സിലാവാ. പെങ്ങള് മോഡലാ? ചാരു, ഇവനൊക്കെ പിന്നെ കാണാം. ആദ്യം ഫൈൻ ആർട്സ് കോളേജ് വാ. പെങ്ങളെ, കേസാക്കല്ലേ? ഓ, ഇത് കേസാവും. എങ്ങനെയുണ്ട് ഇതിലേടാ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു ഏട്ടാ, താങ്ക് യു. താങ്ക്സ് ഡാ, താങ്ക്സ്. നീ ക്യാൻറ്റീനിലോട്ട് പോലെ നമുക്ക് അവിടെ വെച്ചാണോ? ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ? എവിടുന്ന് എന്റെ ഫോട്ടോ കിട്ടിയേ? അല്ല, എന്റെ അനുവാദമില്ലാതെ എന്റെ പടം വരയ്ക്കാൻ തന്നോട് ആരാ പറഞ്ഞത്? അന്നേരം ഒരു മുഖം വേണം തോന്നിയപ്പോ മനസ്സിൽ വന്നൊരു മുഖം വരച്ചോന്നേ ഉള്ളൂ. അത് താനാകുമെന്ന് സത്യത്തിൽ ഞാൻ കരുതിയില്ല. എന്നാലും ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ വരച്ചതിനേക്കാൾ കൊള്ളാട്ടോ തന്നെ കാണാൻ. ചാരു, ഇവൻ പറയണ മൊത്തം ഡൈപ്പാ. നമുക്കേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അറിയാതെ തന്നെ വരച്ചതാ. സോറി. ഞാൻ തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞാനൊന്നും പറയണ്ട. ചാരു വാ, പോലീസിനോട്. നിക്ക് ഒരു മിനിറ്റ് പ്ലീസ്. ഇയാൾ ഈ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. താനോ?
അതെ ഒന്ന് നിക്കോ. അയ്യോ. ഹസ്ബൻഡിന് എപ്പോഴും സംശയമാണേ. ഒരു ഫോൺ കോൾ വരാൻ പാടില്ല, അപ്പോൾ തുടങ്ങും സംശയം. സത്യം പറഞ്ഞ മടുത്ത്. ചിലപ്പോൾ തോന്നും ചത്ത് കളഞ്ഞാൽ മതിയെന്ന്. കൊച്ചെന്നാത്തിനാ വിഷമിക്കുന്നേ? ഇതെല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ. അങ്ങനെ നോക്കിയാ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയമേ കഴിഞ്ഞു. ഉദയേട്ടനില്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഓ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ കൊച്ചു സന്തോഷമായിട്ട് പോയിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് വാ. ചെല്ലേ ഓ. അയ്യോ. അണ്ണാ 24 മണിക്കൂറും ജിമ്മിൽ കിടന്ന് മരിച്ചിട്ട് നീര് വന്നല്ലാതെ ഒരു പരിപാടി നടക്കലാണ്. എന്നാലും ഇത് എങ്ങനെയാണ് ഇത്? അണ്ണാ പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ പകുതി ഗ്ലാമർ പോലും എനിക്കില്ല. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഈ പെണ്ണെന്ന് പറയുന്നത് പണ്ടാരാണ്ട് പറയുന്നത് പോലെ പൂച്ചക്കുട്ടി അണ്ണാ. ഈ ഭർത്താക്കന്മാര് കൊടുക്കാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ് ആ സാധനം? സ്വാന്തനം. സാന്ത്വനം. അതൊരു പോയിന്റാണ്. അണ്ണാ ഇവളൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ്. ലിസണർ ആവണം. വിഷമിച്ചിരിക്കുമ്പോ ഉണ്ടല്ലോ ഒരു തലോടൽ, പിന്നെ പൂച്ചക്കുട്ടീന്നൊരു വിളി, അത്രേ ഉള്ളണ്ണ. അത് മതി, ഇനി പോരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇവളെ വിളച്ച എങ്ങനെയാണെന്ന് അറിയുമോ? അത് അതൊരു കഥയാണ്. ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ആ ബെസ്റ്റ് ഒക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ രണ്ടു മൂന്നങ്ങ് മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം? നമുക്കൊന്ന് സൂഹിക്കണ്ട കോപ്പുകളെ. അതല്ലേ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങക്ക് വേണേ ഒന്നുകൂടെ എടുത്ത് കഴിച്ചോ. ഇത് കുടിച്ച് കരള് വീർക്കുമെന്നല്ലാതെ ഇതെല്ലാം ഞാൻ പറഞ്ഞ സുഖം. വക്കീലെ, നിങ്ങൾ കാര്യം തെളിച്ചു പറ. ശോകാണ് കമലാസന. കല്യാണം കഴിഞ്ഞതിന് ശേഷം ശോക. ഓ, കല്യാണം കഴിച്ചില്ലല്ലോ ഷോ അണ്ണ. അണ ഓരോരുത്തന്മാര് സെറ്റ് ചെയ്യണം. കൊതിയാവും. എടാ, അതിന് മൈഥുന യോഗം വേണം. ആ യോഗം കിട്ടാനും ഒരു യോഗം വേണം അല്ലേ? ഉള്ളത കമലാസന. ഡകടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കമലാസനൻ ജയകൃഷ്ണൻ പോകണ്ട. ഐ ലവ് യു. അതാണ്. നോക്കടേ, ഒരു പടി എങ്ങനെ ഉണ്ടോ നോക്കൂ. ദീപ്തി. ദീപ്തി നല്ല ആര്? നിന്റെ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിലെ നായിക. നടക്കുവോ? പെടക്കാതടാ. നടക്കോ കമലു? നടക്കും, ഞാൻ നടത്തിക്കും. പക്ഷെ സംഗതി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിനോട് എന്ത് ചെയ്യാം? ഒരു ആർത്തി കണ്ടില്ല അവന്റെ. എന്റെ അണ്ണ കന്യകനാണ്. പിന്നെ ഈ കമല് തള്ളി മറിക്കും. അണ്ണൻ കട്ടെ, നമ്മൾ മൂന്നുപേരും കൂടെ സെറ്റ്. അതാണ്. കാണിച്ച് പൊളിക്കും. ഇത് നടക്കും. ഇത് കമലഹാസന്റെ കൊണ്ട് മാത്രം നടക്കും. ലാസ്റ്റേ തരുള്ളേ. ലാസ്റ്റെങ്കിൽ ലാസ്റ്റ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ എല്ലാം പോയി ഒന്ന് സെറ്റ് ഇട്ടിട്ട് വരട്ടെ. സെറ്റ് ചെയ്യണ. പുഷ്പനെ വിളിക്കണം. ഒരു റെസ്റ്റോറന്റിൽ പോവാ. ഫുഡ് അടിക്കാനല്ലടോ, ഒരു പെണ്ണ് കാണാൻ.
ഇവിടെ ഒരാൾ മനസ്സിൽ തോന്നിയ പെൺകുട്ടിയുടെ മുഖം വരയ്ക്കുന്നു. ആ പെൺകുട്ടിയാണെങ്കിലോ യഥാർത്ഥത്തിൽ പടം വരച്ച ആളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അതും സംഗീത കോളേജിൽ പഠിക്കുന്നു. ഇതെന്തോന്നടേ, തെലുങ്ക് സിനിമയോ? എടാ ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അവളോട് ജസ്റ്റ് ഇപ്പോൾ ചാറ്റ് ചെയ്തേ ഉള്ളൂ. ഇന്നവളുടെ പെണ്ണ് കാണില്ല. എടാ, പെണ്ണ് കാണലല്ലേ ആയിട്ടുള്ളൂ, കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ. നീ കാര്യം തുറന്നു പറയടാ. അല്ലടാ അതിപ്പോ അതെ, ഈ പെമ്പിള്ളേർക്ക് മുഖത്തൊക്കെ സംസാരിക്കുന്ന ആമ്പിള്ളേരെ ഇഷ്ടം. ചാരുത തോമസ്. പേര് കൊള്ളാം. Call me. ഡാ, ദേ അവള്. ഹായ്, അവിടെ എത്തിയോ? ആ, ജസ്റ്റ് ഇതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എവിടുന്നാ പയ്യൻ? ആളെങ്ങനെയുണ്ട്? നേരത്തെ അറിയുന്നവരാടോ, കുറച്ച് നാളായിട്ടുള്ള അഫെയറാ. ഓ അടിപൊളി. താൻ ലക്കിയാടോ, ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടിയല്ലോ. അതിന് കല്യാണം കഴിക്കാൻ പോണ ഞാനല്ല. സത്യമായിട്ടും? എടോ, അവരോട് വെയിറ്റ് ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാടോ. ആ ഓക്കെ 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 ഓക്കെ. യെസ്. ഇതാ എൻ്റെ ഇളയാണ് ചാരു. ദീപു പറഞ്ഞിരുന്നു ഡാൻസ് പഠിക്കണല്ലേ? ആ അതെങ്കിലേ BA മോഹിനിയാട്ടം. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഡാൻസ് കാണാൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. മൂത്തവൾക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം, ഇവൾക്ക് ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ കല്യാണത്തിന് എൻ്റെ കുടുംബക്കാരും സഹകരിക്കില്ല. ചിലപ്പോൾ പള്ളിയിൽ നിന്നും താക്കീത് വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വലുത് എൻ്റെ മോളുടെ ഇഷ്ടമാണ്. ആര് സഹകരിച്ചില്ലേലും ഞാൻ ഈ കല്യാണം നടത്തും. ഇവിടെ മോശമൊന്നുമല്ല. പള്ളിയും പള്ളിക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമൊന്നുമല്ല. ഞങ്ങളുടെ കൂട്ടരും എന്തേലും പ്രശ്നം കൊണ്ടുവരും. അതൊക്കെ ഇന്നത്തെ കാലത്ത് ആര് നോക്കാനാ? എന്നാ പിന്നെ ഞങ്ങൾ ഒരു ദിവസം കുറിച്ച് ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. സാറോടെ വേറെന്തെങ്കിലും? മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും വേണ്ട. ഏയ് അത് പറ്റത്തില്ല. കല്യാണ പെണ്ണിന്റെ അനിയത്തിയെ പട്ടിണി കിടാൻ പറ്റത്തില്ല, ദേവദോഷം ഉണ്ടാവും. എന്നൊരു ചായ മതി. ഇന്നൊരു ചായ. ഓക്കെ സാർ. എൻ്റെ അമ്മായിപ്പൻ്റെ കോമഡി ഊളിയാണ്, അനിയൻ ചെറുക്കൻ ഊളിയാണ്. അപ്പൊ നേരി വരുമ്പോ കാണാം. ഓക്കെ, ബൈ ബൈ. എന്താണ്? ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ മാനേജർ പുഷ്പൻ, നമ്മുടെ പഴയ ഒരു ശിഷ്യനാണ്. പുഷ്പൻ ആ നിമിത്തം കൊള്ളാം സംഗതി പുഷ്പിക്കും. ആ പുഷ്പിക്കണമെങ്കിലേ നല്ല ചെലവുണ്ട്. യവക്കാണെങ്കിൽ പൈസക്ക് ഭയങ്കര ആർത്തിയാണ്. അത് കൊടുക്കാം. പക്ഷെ നമ്മുടെ ആർത്തിയുടെ കാര്യം പുള്ളിക്കാരി തീർക്കോ? അണ്ണ രണ്ടും കൽപ്പിച്ച് തന്നെയല്ലേ? വിടറേ. അയ്യോ സുധരേജി, അയ്യോ ഇവിടെ പാർട്ടി മാത്രല്ല പേടിയുണ്ട്. അത് കളിക്കാം. ചെറുക്കാ ഒന്ന് തന്നാലുണ്ടല്ലോ. പേടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. സംഗതി സേഫ് അല്ലേ കമലു? അതെ, ഈ അങ്ങനെ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കൊണ്ടുവന്നാലേ ഇത് സംഭവം ചെയ്തു. നല്ല ആരും പിടിക്കാത്തൊരു ഐഡിയ വേണം നമുക്ക്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാലോ? ആ ഐഡിയ കൊള്ളൂല. കൊള്ളൂല. അല്ലെന്ന് ഈ നടിമാരെയൊക്കെ ഒന്നില്ലേ ഷൂട്ടിംഗ് അല്ലേ, പിന്നെ വല്ല ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ഉഗ്രൻ ഐഡിയ തന്നെ. പക്ഷെ എന്തെടുത്ത് ഉദ്ഘാടനം ചെയ്യും? എന്റെ ജ്യോതിശാലയമായാലോ? ബെസ്റ്റ്. ഇതിനൊന്നും എടുത്തോണ്ട് കളയടേ. ഇല്ലെന്നേ, നമുക്ക് ഈ കടയും പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടാ. ഇല്ലേ ഈ ലൈൻ പിടിച്ച് നമുക്കൊന്ന് ഇറക്കി നോക്കാറുന്നല്ലേ? ഒരു വഴിയുണ്ട്. വക്കീലിന്റെ പണി തീരാത്ത കെട്ടിടമില്ലേ, അത് പെയിന്റ് എല്ലാം അടിച്ച് നമ്മൾ അങ്ങ് ഉദ്ഘാടനം. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ അല്ലേ? പണി തീരാത്ത കെട്ടിടം എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? അണ്ണ നിങ്ങൾ എങ്ങനെ ക്രിമിനൽ വക്കീലായ അണ്ണ? ഉദ്ഘാടനം ചെയ്യണ ആരാണ്ണ? ഒരു നടിയല്ലേ? നാട് മുഴുവൻ അറിയും. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ കിടന്ന് കറങ്ങി കളിക്കും. ഇങ്ങോട്ട് എൻക്വയറി വരും. അഡ്വാൻസ് പൈസയും മേടിച്ച് നിങ്ങൾക്ക് ബിൽഡിങ്ങിന്റെ പണി തീർക്കല്ലേ? ആലോചിക്കൊന്നുമില്ല. സുചിത്ര സമ്മതിക്കില്ലേ? ഒരു സുചിത്ര. അണ്ണ സുചിത്രയാണോ വലുത്, ആർത്തിയാണോ വലുത്?
അത് ദീപ്തിയോടുള്ള ആർത്തി തന്നെ. തന്നല്ലേ അണ്ണൻ നൈസായിട്ട് അങ്ങ് ഓപ്പറേറ്റ് ചെയ്താൽ മതി, ചേച്ചി വീഴും. ഇന്ന് രാത്രി 8:30 ശേഷം നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ സമയത്ത് അണ്ണൻ ചേച്ചിയൊക്കെ ഇറങ്ങി പിടി. പോക്കിത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനല്ല അണ്ണ, അത് അണ്ണൻ ചേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നല്ലേ ഉദ്ദേശിച്ചത്. അതെ, കിഴങ്ങ് തന്നെ. എന്നാലും ഓ എൻ്റെ അണ്ണ ഒരെന്നാലും ഇല്ല. അണ്ണാ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. ദേ കാര്യം നടന്ന അടുത്ത ആഴ്ച ദീപ്തി. ആ എന്നാ ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ? ശ്രമിക്കും. ദൈവമേ ഈ കളി നടന്നാ മതിയായിരുന്നു. സെറ്റ്. നല്ല ചായക്കടാന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഉള്ളത് പറ, താൻ എന്നെ എവിടേക്കാണോ കൊണ്ടുപോണത്? താൻ ധൈര്യമായിട്ട് പാടും, ഞാൻ തന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ദേ ഇപ്പൊ റോഡ് എൻ്റെ ആയി. അവിടെ ഒരു വലിയ ഗേറ്റ് കണ്ടോ? ആ കണ്ടു. അതിനുള്ളിലേക്ക് കയറുക, ഞാനവിടെ നിൽപ്പുണ്ട്. ഓക്കെ. ഹായ് വാടോ. ഇതാണോ താൻ പറഞ്ഞ ഗംഭീര ചായ കിട്ടുന്ന ചായക്കട? ദേ വല്ല ഉഡായിപ്പൊപ്പിക്കാനാണ് പ്ലാനെങ്കിൽ എന്റെ യഥാർത്ഥ സ്വഭാവം താൻ അറിയും. അത്രയ്ക്ക് എന്നെ പേടിയാണെങ്കിൽ താനൊന്ന് ഫോൺ എടുത്ത് ആരെങ്കിലും വീഡിയോ കോൾ ചെയ്തേ. അതാവുമ്പോ ഞാൻ തന്നെ വല്ലതും ചെയ്താ ഒരു എവിഡൻസ് ആവുമല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല താനെന്തിനാ ഈ പൊട്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നേ? പറയാം, ഉള്ളിലോട്ട് വാടോ. വാ. വാ ഇരിക്കും. ചായയും കൊണ്ട് വെയിറ്റർ വരുമായിരിക്കും അല്ലേ? ഇതിലൊന്നും കലക്കിയിട്ടില്ലല്ലോ അല്ലേ? ഗംഭീരൊന്നും അല്ലെങ്കിലും കൊള്ളാം. അതെ, ഒന്ന് വരൂ. എന്തിന്? ഒന്ന് വാടോ. ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാ നാളത്തെ എൻ്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഈ വീട് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇത് സ്വന്തമാക്കാമെന്ന് ആരും കരുതണ്ട. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നരേന്ദ്രൻ ഇങ്ങോട്ട് വരികയും വേണ്ട. ബഹുമാനമില്ല. ഇനി ക്ലോസ് എടുക്കാം. സാറേ ഇനി 3 ഷോട്ട്. പുഷ്പ, പുഷ്പരാജേ ഇങ്ങോട്ട്. അണ്ണാ നിന്റെ മാഡം വന്ന് മിനിങ്ങിട്ടുണ്ടല്ലോടെ. കണ്ണു വെക്കല്ലേ അണ്ണാ? എങ്ങനെ കണ്ണു വയ്ക്കായിരിക്കും പുഷ്പ? പുഷ്പരാജ്, നമ്മുടെ കാര്യം എന്തായി? എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന 18-ാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന് ഞങ്ങളിങ്ങ് എത്തും. പിന്നെ വൈകിട്ട് 7:30 ചെന്നൈക്കുള്ള ഫ്ലൈറ്റ്. പിന്നൊരു കാര്യം, മാഡം ഫ്ലൈറ്റ് കയറണമെങ്കിലേ അക്കൗണ്ടിൽ കാശ് വീഴണം. കാശൊക്കെ കറക്റ്റായിട്ട് വീഴൂടെ, നീ കിടന്ന് വരവാതെ. 18 4 ദിവസമൊക്കെ എങ്ങനെ തള്ളിക്കൂടെ പുഷ്പ? ഓ മാഡം വിളിക്കുന്നു, ഞാൻ കൂടെ പോട്ടെ. നിന്റെ സമയം തന്നെ ഒന്ന് പോവണ്ട. എൻ്റെ അച്ചു, ഇതിലെന്താ ഇത്ര പ്രശ്നം?
എൻ്റെ പെങ്കൊച്ചിൻ്റെ ഒരാളെ ഇഷ്ടമാണ്. ഞാൻ ആ കല്യാണം നടത്താൻ പോകുന്നു. അത്രയല്ലേ ഉള്ളൂ. നിനക്കത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് കുടുംബക്കാരെ നോക്കണം, പള്ളിക്കാരെ നോക്കണം. അതെങ്ങനാ? തള്ളെ കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. അച്ചായോ, അവൾ ജീവിച്ചിരുന്നപ്പോഴേ നിങ്ങൾ അവൾക്ക് സമാധാനം കൊടുത്തിട്ടില്ല. ഇനിയുള്ള പ്രാകരുത്. തോമാച്ച, നിങ്ങളുടെ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രമല്ലല്ലോ, സഭയുടെയും കൂടെ പ്രശ്നമല്ലേ? നീയും വായിച്ചതല്ലേ തിരുമേനി കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ കുറിച്ചത്, ലവ് ജിഹാദിനെ കുറിച്ച്? അതുകൊണ്ട് ആനിയോട് പറഞ്ഞ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക. സഭയ്ക്കും കുടുംബത്തിനും അതാണ് നല്ലത്. അച്ചോ, പിന്നെ ഇലക്ഷന് പള്ളിയിൽ നിന്ന് കുത്താൻ പറയും പോലെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടാലേ അതനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം അച്ചോ, അവൻ സമ്മതിക്കുകയല്ല. തോമസേ, നീ സൂക്ഷിച്ചോ. നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ ഇടവകയെന്നോ ഒരു കുഞ്ഞു പോലും നിന്റെ മോടെ കല്യാണത്തിന് സഹകരിക്കുകയില്ല. ഇത് പീറ്ററാ പറയുന്നത്. മക്കളെ സ്നേഹിച്ചോ, അമിതമാകരുത്. പ്രത്യേകിച്ച് പെൺപിള്ളാരെ. കരയേണ്ടി വരും. അതാണ് ചരിത്രം. അമിതമായിട്ട് സ്നേഹിച്ച എന്നാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എനിക്കൊരു വിശ്വാസവുമാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ ആ കല്യാണം നടത്തുക തന്നെ ചെയ്യും. വാച്ചോ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ, വെറുതെ നമ്മുടെ സമയം കളഞ്ഞത് വെച്ചു. എന്താടാ മോള് ധൈര്യമായിട്ടിരിക്കുക. അഭിമാനത്തോടെ അച്ഛൻ ഈ കല്യാണം നടത്തുന്നത്. ആ അപർണ, പറയടി. നീ കരയാണ്ട് കാര്യം പറ. ആ ഞാൻ ദാ വരുന്നു. ദേ, രണ്ടിനോട് ഞാൻ 100 തവണ പറഞ്ഞതാ, സീരിയസ് ആണെങ്കിൽ സിനിമയ്ക്കോ ബീച്ചിലോ പോരുത്. ആരെങ്കിലും കാണുമെന്ന്. തന്തപ്പടി കയ്യോടെ പിടിച്ചപ്പോ മതിയായല്ലോ. ശവത്തെ കുത്താതടി. ബ്രോ, എന്തേലും ഒരു ഐഡിയ പറ. ലിറ്ററലി ഇവളിപ്പോ വീട്ടിൽ തടങ്ങല്ല. ഇവളെ പിടിച്ച് കെട്ടിക്കാൻ ഇവളുടെ അപ്പന് പ്ലാൻ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ഏയ്, സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ഇവളെ പിടിച്ച് കെട്ടിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അത് വിട്. അപർണ, നിന്റെ റിലേറ്റീവ്സ് US-ലാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ടേക്ക് പയക്കാൻ പ്ലാൻ ഉണ്ടായിരിക്കും. അവിടെ വല്ല മുറച്ചക്കന്മാരും ഉണ്ടോ? ഉണ്ടോന്നോ? 2 തെണ്ടികൾ. ആ, എന്നാ സൂക്ഷിക്കണം. എന്തേലും ഒരു വഴി പറയടോ. രജിസ്റ്റർ മാരേജ് ഇവിടെ ചെയ്യരുത്. ഏതെങ്കിലും ദൂരെ ആരും ശ്രദ്ധിക്കാത്ത ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്തണം. അതാവുമ്പോ നോട്ടീസ് ബോർഡിലിട്ടാലും ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ പരിധിയിലെ രജിസ്റ്റർ ഓഫീസ് നോട്ടീസ് ബോർഡിൽ നിന്ന് കീറിക്കളയാൻ നമുക്ക് ആളെ ഏർപ്പാടാക്കാം. ആ, അത് നല്ല ഐഡിയ. ഇവളെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ, എന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ എന്തോരം ഒരു സ്കൂൾ മാഷിനെ പോലെ ഷർട്ടൊക്കെ ഒരു കണ്ണാടി കുറവുണ്ട്. എനിക്കറിയാം. എങ്ങനെയുണ്ട്? കറക്റ്റായി. ഇവരിത് എവിടെ പോയി കിടക്കോ? താൻ അവരെ ഒന്ന് വിളിച്ചു നോക്കി. ഫോൺ കട്ട് ചെയ്യും. മച്ചാനെ, ഇവക്ക് ഒരേ നിർബന്ധം അമ്പലത്തിൽ പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതാ ലേറ്റായ. എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അതല്ല, എന്നെ രാജീവ് ഡ്രോപ്പ് ചെയ്യാന്നാ പറയണേ. ഓ, കെട്ടിയോൺ റെസ്പോൺസിബിലിറ്റി. ഏയ് അല്ലടോ, ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ഇവളുടെ വീട്ടിലേക്ക്. അതുവരെ സംസാരിച്ചു പോവാലോ. വേറൊന്നും വിചാരിക്കല്ലേ. പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? അല്ല, നമ്മൾ ചീരമല വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഇവിടെ കുറെ കാണാനുണ്ടെന്നേ.
ശരി. ഓക്കെ വാ പോ. അല്ലടേ ചുമ്മാ ഇരിക്കണ്ട. അലമ്പാണ്. അതെ എങ്ങനെയാ നമ്മളെ പരിപാടി? രോഹിണി ഇന്റർനാഷണലിൽ ഞാൻ റൂം ഇട്ടിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ നമ്മൾ ഐറ്റത്തിനെ പോയിക്കൊണ്ട് നേരെ ഹോട്ടലിൽ പോകും. പിന്നെ കമലു, ഹോട്ടലിൽ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കസ്റ്റഡിയിലുള്ള ഹോട്ടലല്ലേ. പിന്നെ വേറൊരു കേസ്, 7:30 മണിക്കാണ് അവർക്ക് ചെന്നൈക്ക് ഫ്ലൈറ്റ്. നമുക്കൊരു 5:30 മണിക്ക് സാധനത്തിനെ പാക്ക് ചെയ്ത് വിടണം. എന്ന് വെച്ചാൽ ഇപ്പൊ 12 മണി, നാളെ മുറിച്ച് ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്ക് 1 മണി. അപ്പൊ ഒരു 4 മണിക്കൂർ, 4 പേർ കൂടെ 4 മണിക്കൂർ, ഒരാൾക്ക് 1 മണിക്കൂർ. സമയം കുറഞ്ഞു പോയില്ലേ? ഈ 1 മണിക്കൂറായെന്ന് എങ്ങനെ അറിയും? അല്ല, കറക്റ്റ് സമയത്ത് അടുത്താക്ക് കയറാൻ പറ്റുമോ? എന്റെ പൊന്നെണ്ണ, സമയം നോക്കി അളക്കേറ്റത് സിനിമ ഷോയെ. എല്ലാവരും അവിടെ കുളമാക്കി കൈ തരുവോടെ? വണ്ടി വന്നു. ഹലോ, ജ്യോതിഷരത്നം ചേന്നമംഗലം ഹരികുമാർ. ഞാനായിരുന്നു വിളിച്ചത്. മാറിയിട്ടേ, മാറി ഇങ്ങോട്ട് മാറി. ഇവിടെ ഇരുന്നോളൂ. കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. പരിചയപ്പെടുത്ത്. ഇത് മനോഹരാണ്, വക്കീലാണ്. ഈ അണ്ണൻ എന്നെല്ലാം റെസ്പെക്ട് കൊണ്ട് വിളിക്കുന്നതാണ്. ഞങ്ങള് സെയിം ഏജാ. ഇതെന്റെ ഭാര്യ സുചിത്ര. ഹായ്. ഹായ്. ഇതെന്റെ മോള് കീർത്തി. ഹായ് മോളെ. ഹായ്. ഇതെന്റെ വൈഫ് ഭാര്യ പ്രിയങ്ക. പ്രിയങ്ക ഇരിക്കെ. ഹായ്. ഇത് അരവിന്ദൻ, എഡിറ്ററാണ്. ഓ ഹായ്. ചീഫാണ്. അതെയോ? സാധാരണ ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതാണ്. ഇവരൊക്കെ നിർബന്ധിച്ചപ്പോ ഇങ്ങ് പോന്നു. ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. രേവതി, രേവതിയാണല്ലേ? അല്ല, എന്റെ പേര് ദീപ്തി എന്നാ. പേരല്ല ഞാൻ ചോദിച്ചത്, നാളാ ഉദ്ദേശിച്ചത്. വീട്ടിൽ ആരെങ്കിലും രേവതി? വീട്ടിൽ ആലോചിച്ചോക്ക്, ഉണ്ടാവും. ഇല്ലല്ലോ. എന്നാലും എന്റെ മരിച്ചുപോയൊരു മുത്തശ്ശി രേവതിയായിരുന്നു. അത് പറ. ദീപ്തി റെസ്റ്റ് എടുക്കട്ടെ. അതെ അതെ അതെ. അതാണ് ശരി. സർ, അരവിന്ദ്, ഐ ഹാവ് സെന്റ് യു സം കണ്ടന്റ് ത്രൂ യുവർ വാട്സ്ആപ്പ്. അത് പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് സ്ക്രോൾ ചെയ്യണം. പോടെ സർ. ശരി. ഫൈൻ ആർട്സ് കോളേജിൽ ആത്മഹത്യ ചെയ്ത വിവേക് വിശ്വനാഥിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. വിവേകിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഫൈൻ ആർട്സ് കോളേജിലെ 2ാം വർഷ ബിരുദ സാമ്പത്തികം കുഴപ്പമൊന്നുമില്ല. ഫൈൻ ആർട്സ് കോളേജിലെ എക്സിബിഷൻ ഹാളിൽ എനിക്ക് തോന്നണ ആ പയ്യൻ മരിച്ചത് അന്നത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്.
എന്തെന്നാണ്? പിന്നെ മരിച്ചത് നിന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ? പോകാൻ പറയടാ. ഉള്ളത് പറഞ്ഞ ആ സീരിയൽ നടിയായാൽ പോലും ഇത്ര ത്രില്ലുണ്ടാവില്ലായിരുന്നു. തന്നെ ഇതൊരുമാതിരി 4 സിംഹത്തിന്റെ ഇടയിൽപ്പെട്ട മാൻകുട്ടിയെ പോലെ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഈ ഏരിയയിലെ ടൂറിസം പുഷ്ടിപ്പെടൂലായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള മാൻപേടുകൾ എത്രയെണ്ണം ഇവിടെ റൂം എടുത്തേനെ. വാനം തൂവിയ നിറം കൊണ്ടെഴുതിയ കവിത നീ, ഏഴഴകിൻ വില്ലാൽ കുലച്ചോരുന്നം നീ, ഈ പ്രേമഭിക്ഷുവിൻ പാനപാത്രം നിറച്ചോരന്നം നീ, നീ ഞാനാകുന്നു, ഞാൻ നീ. മരണം ഒന്നിൻ്റെയും അവസാനമല്ല, ആരംഭമാണ്. എൻ്റെ മരണം നിന്നോട് സംസാരിക്കുന്നത് തോറ്റവൻ്റെ ഭാഷയിലല്ല. അണ്ണാ, നിങ്ങൾക്ക് ഈ സ്പിരിറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്കത്ര നല്ല അഭിപ്രായമില്ല. ആണോ? പക്ഷേ അതിൽ നിന്നുണ്ടാക്കുന്ന മദ്യം ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. ശേ, ആത്മാവ്, ഞാൻ ആ സ്പിരിറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ആത്മാവിൽ എനിക്ക് വലിയ വിശ്വാസമാണ്. അരവിന്ദ, ഈ ജ്യോതിഷത്തിന്റെ പിതാവായ വരാഹമിഹിരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആത്മാവാണ് ഞാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സംശയം വന്നപ്പോൾ ഞാൻ കവടി നിർത്തി നോക്കി, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. വരാഹമിഹിരന്റെ ആത്മാവ് തന്നെയാണ് ഞാൻ. ചുമ്മാതല്ല കമല് നിങ്ങളെ കിഴങ്ങാന്ന് വിളിക്കണത്. കിഴങ്ങൻ അവന്റെ തന്ത. ഞാൻ തന്തയ്ക്ക് വിളിച്ചാരി അവൻ അറിയണ്ട. ഞാൻ പറയും. ഓ, രാവിലെ എന്നെ പറ്റിയോ? എന്താ അത്? പെരുവഴി അമ്പലം, റൂം നമ്പർ 212, നവംബർ 18, വെള്ളിയാഴ്ച. വക്കീലിനെ കാര്യം പിടികിട്ടിയോ? ആ പെണ്ണും ചെറുക്കനും ഇവിടെ വന്നെടുത്ത റൂമിന്റെ നമ്പറാണ് 212. ഇതിലെ തീയതി അവരോട് വന്ന ദിവസം. ഈ റിസോർട്ടിന്റെ പേരെന്താ? ഹോസ്പിസ് എന്ന് വെച്ച പെരുവഴി അമ്പലം. ആ സംഭവം നമ്മളെ കൂടാതെ വേറെ ആർക്കും അറിയാവുന്നേ?
ആ ചെറുക്കനാണെങ്കിൽ ചത്തും പോയി. പിന്നുള്ളത് ആ പെൺകൊച്ച. അവക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ലെണ്ണ. അതുമല്ല, നമ്മൾ ആ റൂമിൽ കയറി ആരും കണ്ടിട്ടുമില്ല, അതുറപ്പാ. ഇനി ആ ചെറുക്കന്റെ പ്രേതം വല്ലതും ആണോ? ഒന്ന് ചുമ്മാ ഇരണ. എന്നാ പിന്നെ ആരായിരിക്കുന്നേ? ഞാനേ ഒന്ന് താഴെ വരെ പോവാണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്താ സാർ, എന്തേലും വേണോ? വന്നടാ. അന്ന് രാത്രി നീ കാറ് കൊണ്ടുപോയിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? കാറോ? ഓ അന്ന് അത് ഞാൻ വെളുപ്പിനെ വന്നല്ലോ. സാറ് നല്ല ഫിറ്റായിരുന്നു, അതാ ഓർമ്മയില്ലാത്തത്. ഇതാരാ എഴുതിയേ? ഇത് ഞാൻ എഴുതിയതല്ല. ഞാനല്ല, ഞാനല്ലെന്നേ. അവനൊന്നും അല്ല. നമ്മുടെ പിന്നിൽ വേറെ ആരും ഉണ്ട്. നിങ്ങൾ വെറുതെ ചാരുമോള് വരുന്നുണ്ടല്ലോ. എന്താ രണ്ടുപേരും പ്രണയസല്ലാപത്തിലാണോ? ഞാൻ കട്ടൂറുമ്പായോ? ആ കഞ്ഞിങ്ങി തന്നെ, വെറുതെ അച്ഛനെയും കൂടി കരയിക്കാനായിട്ട്. ഇങ്ങനെ കിടന്നാ മതിയോ? വേഗം എണീക്കണ്ടേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അണ്ണാ, 1-2 വർഷത്തെ അല്ലേ, 7 വർഷത്തെ ആശുപത്രി, പൂജ, കാത്തിരിപ്പ്. അണ്ണാ, എൻ്റെ പെണ്ണുപിള്ളയുടെ മുഖത്ത് സന്തോഷം ഒന്ന് കാണണം. അരവിന്ദ, എടാ അച്ഛനാകുക എന്ന് പറയുന്ന എൻ്റെ ഒരു ഫീലുണ്ടല്ലോ. അതെങ്ങനെയാടാ? ചില നല്ല കാര്യങ്ങൾ നടക്കാൻ സമയമെടുക്കും. അതാണ്, നമ്മൾ മനസ്സറിഞ്ഞ് ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. എവിടുന്ന്? പിന്നെ എന്നാലും നമ്മുടെ ജോത്സ്യനും കൂടി വേണമായിരുന്നല്ലേ? ജോത്സ്യനുള്ള പാട്ട് ഞാൻ വേറെ നടത്തും. എന്താ സംശയമുണ്ടോ? ഇത് കമലഹാസന്റെ ദിവസോ? നിങ്ങൾ അടി. ഇവന് ഇത്രയും സന്തോഷിച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് കമലാസന. അച്ഛനാകുന്ന സന്തോഷം ആഘോഷിച്ചു കഴിഞ്ഞു നീ. എന്നാ പിന്നെ ഈ വീഡിയോ കൂടി കണ്ടു നോക്ക്, അപ്പോ ഇരട്ടി സന്തോഷാവും. കുട്ടികളുണ്ടാവാൻ വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേക പൂജ നടത്താൻ പോകുന്നു എന്ന് മാത്രമേ പൊട്ടനായ നിനക്കറിയൂ. ഒരു പാവം പെൺകുട്ടിയെ ചതിയിലൂടെ കീഴ്പ്പെടുത്തുമ്പോ നീ വിചാരിച്ചിരുന്നോ നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂന്ന്? എനിവേ, വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്.
വരാന്ന് പറഞ്ഞു പോയ ആളാ. അച്ഛനാൻ പോണ സന്തോഷത്തിലായതുകൊണ്ടേ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ എടുക്കണോ കിണത്തിൽ മതിയോ? ഇന്നിപ്പോ ഷുഗർ ഒന്നും നോക്കണ്ടെന്നേ. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഞാൻ വരാം. ഞാൻ കുളിച്ചിട്ട് വരട്ടെ. അണ്ണ അകത്തേക്ക് കയറണ. ഇല്ലടാ, കയറുന്നില്ല. ഇന്ന് ഉച്ചയ്ക്കാണ് ജാമ്യം കിട്ടിയത്. ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പലരെയും വിളിച്ച് ആരും അടുപ്പിക്കുന്നില്ല. ചെയ്ത കുറ്റത്തിന് കിട്ടിയതൊന്നും പോരാ എന്നായിരിക്കും ദൈവനിശ്ചയം. ജ്യോതിശാലത്തിൻ്റെയാ. എന്താണ്? എനിക്കിനി ഇതുകൊണ്ടൊരു ഗുണവുമില്ല. പരിചയമുള്ള ബ്രോക്കർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് വിറ്റ് തരണം. പിന്നെ ഇപ്പോഴത്തെ നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടില്ല. പുതിയ നമ്പർ കിട്ടുമ്പോൾ ഞാൻ നിലവിളിച്ചോളാം. പോട്ടേടാ. കഥയും കവിതയും നോവലുമെല്ലാം ജീവിതത്തെ ആവിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല സാഹിത്യം മാർക്കണ്ഡേയനെ പോലെയാണ്. അത് ചിരഞ്ജീവിയാണ്. ഒരു മരണത്തിനും അതിനെ മായ്ക്കാനാവില്ല, മറയ്ക്കാനാവില്ല. ഇന്നിവിടെ പ്രകാശിതമാവുന്ന വിവേക് വിശ്വനാഥിൻ്റെ തൂവാനം എന്ന കവിതാ സമാഹാരം ഗംഭീരമായ ഒരാത്മാവിഷ്കാരമായി ഞാൻ വിലയിരുത്തുന്നു. പ്രാവിനെ പോലെ നനുത്ത ഒരു പ്രണയലോകം ഈ കവിതകളിൽ അടയിരിക്കുന്നു. വിവേകിന്റെ ബന്ധുജനങ്ങളും മിത്രാദികളും കൂടിയിരിക്കുന്ന ഈ സദസ്സിൽ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ കവിതയായ തൂവാനം എന്ന കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നു. വാനം തൂവിയ നിറം കൊണ്ടെഴുതിയ കവിത നീ, ഏഴഴകിൻ വില്ലാൽ കുലച്ചോരുന്നം നീ, ഈ പ്രേമഭിക്ഷുവിൻ ദാനപാത്രം നിറച്ചോരന്നം നീ. നീ ഞാനാകുന്നു, ഞാൻ നീയും. എന്റെ ചിത്രം വരച്ചത് നീയാണെന്ന് എനിക്കറിയാം, നിന്റേത് ഞാനുമെന്ന്. എന്നാൽ നമ്മുടെ ചിത്രം ആരാണ് വരയുക? സന്തോഷപൂർവ്വം പ്രകാശിപ്പിക്കട്ടെ തൂവാനം. Excuse me. May I come in? Yes, please. സർ, എൻ്റെ പേര് ട്രീസ എന്നാണ്. ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. ആ, പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. എന്താണ്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് പുറത്തു പോയി ഒരു ചായ കുടിച്ച് സംസാരിക്കാൻ പറ്റുമോ? വൈ നോട്ട്? താങ്ക് യു സർ. മോളോ, നിന്റെ ഫോൺ കളി ഇത്തിരി കൂടുന്നുണ്ടേ. ഒരു 10 മിനിറ്റ് അച്ഛാ. ശരി. അച്ഛനല്ലേ മോള്, ഫോൺ എങ്ങനെ മാറ്റി വെക്കാനാ? കോഫി എടുക്കട്ടെ? വേണ്ട, ഇനി ഡിന്നർ കഴിക്കാം. നീ കഴിച്ചോ? ഇല്ലില്ല, നമുക്കൊരുമിച്ച് കഴിക്കാം. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാട്ടാ.